Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈൻ ഓഫ് കൺട്രോൾ ലോജിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഹാർഡ്വെയർ കൺട്രോൾ എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡാണ്. ഓക്കെ, ഒരു കൺട്രോൾ ലോജിക് ഡിസൈൻ ചെയ്യണമെങ്കിൽ മെയിനായിട്ട് 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ദ പ്രോബ്ലം, ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ, ഫോർമുലേഷൻ ഓഫ് അൽഗോരിതം, design of data processor part and design of control logic. Okay, these are the steps required for the design of control logic. നമ്മുടെ പ്രോബ്ലം ഇതാണ്: ഡിസൈൻ എ കൺട്രോൾ ലോജിക് പെർഫോമിംഗ് സൈൻ മാഗ്നിറ്റ്യൂഡ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റേറ്റ് ദ പ്രോബ്ലം. ഓക്കെ, ടു ഡിസൈൻ കൺട്രോൾ ലോജിക് first understand the problem clearly, then do other step. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രോബ്ലം എന്താണ്? ഡിസൈൻ എ കൺട്രോൾ ലോജിക് ഫോർ പെർഫോമിംഗ് സൈൻ മാഗ്നിറ്റ്യൂഡ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, ഇവിടെ ഓരോ നമ്പറും റെപ്രസെൻ്റ് ചെയ്യുന്നത് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ്. സോ ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലായിരിക്കും. ഓക്കെ, ദെൻ ഓരോ നമ്പറും സ്റ്റോർ ചെയ്യുന്നത് ഒരു ഫിക്സഡ് ലെങ്ത് രജിസ്റ്ററിലാണ്. സംടൈംസ് ദ റിസൾട്ട് ഓഫ് സം എക്സീഡ്സ് ദി സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് രജിസ്റ്റർ ബൈ 1 ബിറ്റ്. ഈ ഒരു കണ്ടീഷനെ ഓവർഫ്ലോ എന്ന് പറയും. ഓക്കെ, ദെൻ ഈ പെർട്ടിക്കുലർ ബിറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യും. സോ ഇതാണ് എന്ത്? പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ നമ്മളിവിടെ പ്രോബ്ലം ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തു. ഇനി എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ്? എന്താ? എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷനാണ്. ഓക്കെ, അതായത് അഡീഷണൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ രജിസ്റ്റേഴ്സ് വേണം, അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ് വേണം. ഇവിടെ 2 രജിസ്റ്റർ കാണാം, എ ആൻഡ് ബി. ദീസ് രജിസ്റ്റേഴ്സ് ആർ യൂസ് ഫോർ സ്റ്റോറിങ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി നമ്പർ. ഓക്കെ, ദെൻ ബി എസ് എ എസ് എന്തിനായിരിക്കും? സൈൻ ബിറ്റ് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇ മീൻസ് ഓവർഫ്ലോ ബിറ്റ് സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എയിൽ എന്താണ്? ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ, അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. ദെൻ ഒരു കൺട്രോൾ ലോജിക് കാണാം. കൺട്രോൾ ലോജിക്കിന് 2 ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, ക്യു എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഡിഷൻ ആൻഡ് ക്യു എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സബ്ട്രാക്ഷൻ. ഓക്കെ, എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓപ്പറേഷൻ ടെർമിനേറ്റ്. ഓക്കെ, അതായത് എൻഡ് ഓഫ് ദി ഓപ്പറേഷൻ. ഓക്കെ, ദിസ് കൺട്രോൾ ലോജിക് ഔട്ട്സൈഡ് ദ എൻവയോൺമെൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഫോർമുലേഷൻ ഓഫ് അൽഗോരിതം. ഓക്കെ, അൽഗോരിതം ഫോം ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കണ്ടീഷൻസ് നോക്കാം. ഓക്കെ, ഇവിടെ എ ആൻഡ് ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി നമ്പർ. ദെൻ ഈ സബ്ട്രാക്ഷൻ എ മൈനസ് ബിനെ ഞാൻ എ പ്ലസ് മൈനസ് ബി എന്ന ഫോമിൽ റീറൈറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ അൽഗോരിതത്തിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് എ മൈനസ് പ്ലസ് ബി ഈക്വൽ ടു പ്ലസ് എ പ്ലസ് മൈനസ് ബി. ദെൻ മൈനസ് എ മൈനസ് പ്ലസ് ബിന് എന്താണ്? മൈനസ് എ പ്ലസ് മൈനസ് ബി ഈ ഒരു ഫോമിൽ എഴുതും. ദെൻ എന്താണ്? പ്ലസ് എ മൈനസ് മൈനസ് ബിയുടെ എന്താണ്? പ്ലസ് എ പ്ലസ് പ്ലസ് ബി. ഓക്കെ, മൈനസ് എ മൈനസ് മൈനസ് ബി, മൈനസ് എ പ്ലസ് മൈനസ് ബി. ഓക്കെ, ദെൻ when the numbers are added or subtracted algebraically, we find that there are 8 different conditions to consider depending upon the sign of the numbers and operation performed. അതായത് ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 8 ഡിഫറെൻറ്റ് കണ്ടീഷനാണ് കിട്ടുന്നത്. അതാണ് ഈ ടേബിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഓപ്പറേഷൻ ഫസ്റ്റ് എന്താണ്? എ പ്ലസ് ബി. ഓക്കെ, ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്തായിരിക്കും? എ പ്ലസ് ബി തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. else a plus b. Then plus a plus minus b. If a greater than or equal to b ആണെങ്കിൽ എന്താണ്? a minus b ആണ് പെർഫോം ചെയ്യുന്നത്. അല്ലെങ്കിലോ ബി മൈനസ് എ, സൈൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും.
ഓക്കെ. ദെൻ മൈനസ് എ പ്ലസ് പ്ലസ് ബി എന്തായിരിക്കും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? എ മൈനസ് ബി. സൈൻ എന്തായിരിക്കും? മൈനസ്. ഇഫ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ബി മൈനസ് എ, സൈൻ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ദെൻ മൈനസ് എ പ്ലസ് മൈനസ് ബി. ഓക്കെ. ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എ പ്ലസ് ബി, സൈൻ എന്താണ്? മൈനസ്. ഓക്കെ. അല്ലെങ്കിലോ എ പ്ലസ് ബി, സൈൻ എന്താണ്? മൈനസ് ആണ്. ഓക്കെ. സോ ഇതാണ് എന്ത്? ഫ്ലോ ചാർട്ട് ഫോർ സൈൻ മാഗ്നിറ്റ്യൂഡ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ദെൻ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ എക്സ് ഈക്വൽ ടു 1. ദെൻ ചെക്ക് ചെയ്യുന്നു ക്യു എസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ ക്യു എ ഈക്വൽ ടു 1. ക്യു എസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ട്രാക്ഷനാണ്. ക്യു എ എന്ന് പറയുന്നത് അഡീഷനാണ്. ഓക്കെ. ഇൻ കേസ് ക്യു എസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ നോക്കും. ഇവിടെ എന്താണ്? സൈൻ ഓഫ് ബി ഈസ് കോംപ്ലിമെൻറ്റഡ്. ഓക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? റീറൈറ്റ് ചെയ്യുന്നു. അതായത് എന്താണ്? എ മൈനസ് പ്ലസ് ബി ആണെങ്കിൽ എന്താണ്? എ പ്ലസ് മൈനസ് ബി. ഇതെന്താണ്? ബിയുടെ സൈന് ചേഞ്ച് ചെയ്തു. ഓക്കെ. അതാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ. ഇൻ കേസ് അഡീഷൻ ആണെങ്കിൽ സൈൻ എന്താണ്? കോംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. ദെൻ എ എസ് ബി എസ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ സൈൻ ബിറ്റ് ചെക്ക് ചെയ്യാണ്. സൈൻ ബിറ്റ് ഈക്വൽ ആണെങ്കിൽ എ പ്ലസ് ബി പെർഫോം ചെയ്യും. റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? എയിൽ സ്റ്റോർ ചെയ്യും. ഇൻ കേസ് ഒരു ക്യാരി ഉണ്ടെങ്കിൽ അത് എവിടെ സ്റ്റോർ ചെയ്യും? ഇയിൽ സ്റ്റോർ ചെയ്യും. ദെൻ ഗോ ടു ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ. ദെൻ സൈൻ ബിറ്റ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ. സബ്ട്രാക്ഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? സെക്കൻഡ് ഓപ്പറൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്ത് ആഡഡ് വിത്ത് എ, ദെൻ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? എയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇൻ കേസ് ഒരു ക്യാരി ഉണ്ടെങ്കിൽ അത് എവിടെ സ്റ്റോർ ചെയ്യും? ഇയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ. ദെൻ ക്യാരി ബിറ്റ് ദാറ്റ് മീൻസ് ഓവർഫ്ലോ ചെക്ക് ചെയ്യാണ്. ഈക്വൽ ടു 1 ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. ഓക്കെ. ദെൻ ഈ 0 ആയി സെറ്റ് ചെയ്യും. ഗോ ടു ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ. ദെൻ ഈക്വൽ ടു 0 ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ലെസ് ദാൻ ബി ആയിരിക്കും. നമുക്ക് കിട്ടിയ റിസൾട്ട് ടൂസ് കോംപ്ലിമെൻറ്റിലായിരിക്കും. ഓക്കെ. ആക്ച്വൽ റിസൾട്ട് കിട്ടണമെങ്കിൽ എഗെയിൻ എന്താണ്? ഒരു ടൂസ് കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യും. ഫസ്റ്റ് എന്താണ്? എയുടെ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്തു. ദെൻ കോംപ്ലിമെൻറ്റിനോട് 1 ആഡ് ചെയ്തു. സോ ഈ എ ആയിരിക്കും എന്ത്? എൻ്റെ ആക്ച്വൽ റിസൾട്ട്. ദെൻ ആക്ച്വൽ സൈൻ ബിറ്റ് കിട്ടാൻ എന്താണ്? എ എസിൻ്റെ സൈൻ ബിറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്ത് എ എസിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ. ദെൻ ഗോ ടു ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ. ഇതാണ് എന്ത്? ഫ്ലോ ചാർട്ട് ഫോർ സൈൻ മാഗ്നിറ്റ്യൂഡ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ. ദ നെക്സ്റ്റ് data processor specification. Okay, the flowchart algorithm lists all the micro operation for the data processor part of the system. Okay, this figure shows the data processor with the required control variable. Okay, ഒരു അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എയിൽ നിന്ന് എന്താണ്? 2 രജിസ്റ്റേഴ്സ് വേണം, എ ആൻഡ് ബി. ഓക്കെ. ദെൻ ദ ഓപ്പറേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ക്യാൻ ഡൺ വിത്ത് this ALU and result is stored in the A. Okay, the operation with AS, BS and E must be initiated with a separate control variable, that is Y, Z, W. Okay, Y എന്താ പെർഫോം ചെയ്യുന്നത്? ബി എസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സെഡ് എന്താണ്? എ എസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. W ക്ലിയർ ദി ഇ. ഇനി നിങ്ങൾക്കൊരു ലോഡ് കാണാം. ഓക്കെ. L 1 ആവുന്ന കേസിൽ ALUയുടെ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? എ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അറ്റ് ദ സെയിം ടൈംസ് ക്യാരി ഉണ്ടെങ്കിൽ അത് എവിടെ സ്റ്റോർ ചെയ്യും? ഇയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ. ദെൻ S2, S1, S0, Cn ഇതെന്താണ്? ALUയുടെ ഫങ്ഷണൽ വേരിയബിൾ ആണ്. S2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോഡ് സെലക്ട് ആണ്. ദാറ്റ് മീൻസ് ALU അരിത്തമാറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ അതോ ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ? ദെൻ S1, S0, Cനെ ബേസ് ചെയ്തിട്ട് എന്താണ്? ALU 8 ഓപ്പറേഷൻ പെർഫോം ചെയ്യും. നിങ്ങളത് ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ.
So this is the data processor registers and ALU. Okay. Then next, ഒരു കൺട്രോൾ ലോജിക് ബ്ലോക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, ഈ കൺട്രോൾ ലോജിക് ബ്ലോക്കിന് 5 ഇൻപുട്ട്സ് ഉണ്ട്. ഓക്കെ, അതിൽ 2 ഇൻപുട്ട്സ് QA/QS എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആൻഡ് AS/BSE ഇറ്റ്സ് ഫ്രം ഡാറ്റാ പ്രോസസ്സർ. ഓക്കെ, ദെൻ ASനെയും BSനെയും എക്സോർ ചെയ്തിട്ടാണ് എന്ത് കൺട്രോൾ ലോജിക്കിലേക്ക് കണക്ട് ചെയ്തത്. Okay, then these are the output of the control logic block diagram. X means initial state, S2 എന്താണ് മോഡ് സെലക്ട് ആണ്, S1 S0 എന്ന് പറയുന്നത് ഫങ്ഷൻ സെലക്ട്, S എന്ന് പറയുന്നത് ഇൻപുട്ട് ക്യാരി, L എന്താണ് ലോഡ് ANB ഫ്രം ALU. ഓക്കെ, Y കോംപ്ലിമെൻറ്റ് BS, Z എന്താണ് കോംപ്ലിമെൻറ്റ് AS, W എന്താണ് ക്ലിയർ E. ഇത് ഓൾറെഡി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് ഓഫ് ദ കൺട്രോൾ ലോജിക് ഷുഡ് ബി കണക്റ്റഡ് ടു ദി കറസ്പോണ്ടിങ് ഇൻപുട്ട് ഇൻ ദ ഡാറ്റ പ്രോസസ്സർ. ഓക്കെ, സോ ഈ ഡാറ്റ പ്രോസസ്സർ രജിസ്റ്റർ ആൻഡ് ALU ആൻഡ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കൺട്രോൾ ലോജിക്കിനെ നമ്മൾ എന്ത് പറയും, സിസ്റ്റം ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, okay, then last step, control logic design. Actually design of hardware control is a sequential logic problem. Okay, അപ്പോൾ ഫസ്റ്റ് എന്താണ് ഒരു സ്റ്റേറ്റ് ഡയഗ്രാം ഡ്രോ ചെയ്യും. ഓക്കെ, ഈ സ്റ്റേറ്റ് ഡയഗ്രാം ഡ്രോ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ അവർ അൽഗോരിതം. ഓക്കെ, ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ അൽഗോരിതത്തിൻ്റെ ഫങ്ഷണൽ ബോക്സ് സ്റ്റേറ്റ് ഡയഗ്രത്തിൽ എന്താണ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ദ ഡയറക്റ്റ് ലൈൻ ഫ്രം വൺ ബോക്സ് ടു അനദർ, ഇവിടെ എന്തായിരിക്കും എ ട്രാൻസിഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്. ഓക്കെ, ഇതാണിത് സ്റ്റേറ്റ് ഡയഗ്രാം. നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഡയഗ്രാം ഡ്രോ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ അൽഗോരിതമാണ്. ഇവിടെ ഇനീഷ്യൽ എന്താണ് x=1, ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് T0. ഓക്കെ, സോ ഇനീഷ്യൽ സ്റ്റേറ്റിൽ QS/QAയുടെ വാല്യൂ എന്താണ് 0 ആണ്. അതായത് QA 0 ആണെങ്കിൽ എന്താണ് ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ നടക്കില്ല. ഓക്കെ, ദെൻ QS 1 ആണെങ്കിൽ എന്താണ് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും, മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യും, അതാണ് T1. അതായത് QS=1 ആണെങ്കിൽ എന്താണ് T1ലേക്ക് ട്രാൻസിഷൻ നടത്തും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് എന്താ ഈ ഒരു ഏരിയ കാണാം AS/BS, അതാണ് എന്ത് T2. T1 നിന്ന് T2ലേക്ക് ട്രാൻസിഷൻ. ഇവിടെ ഒരു കണ്ടീഷനൊന്നുമില്ല. ഓക്കെ, ദെൻ QA=1 ആണെങ്കിൽ ഡയറക്റ്റ് എങ്ങോട്ടേക്കാണ് AS/BS, QA=1 ആണെങ്കിൽ T2ലേക്ക് ട്രാൻസിഷൻ. ഇത്രയൊക്കെയാണോ? ദെൻ AS/BS ഇവിടെ ചെക്ക് ചെയ്യുന്നു, റൈറ്റ്. =0 ആണെങ്കിൽ അഡീഷൻ പെർഫോം ചെയ്യും, റൈറ്റ്. ദെൻ എവിടത്തേക്ക് ഗോ ടു ഇനീഷ്യൽ സ്റ്റേറ്റ്, അതാണ് ഇവിടെ T2ന്ന് ചെക്ക് ചെയ്യും. അതായത് S=0 ആണെങ്കിൽ T3 സ്റ്റേറ്റ്, ദെൻ ഗോ ടു ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ AS/BS ഈക്വൽ അല്ല, ദെൻ ഇവിടെ എന്താണ് ഒരു അഡീഷൻ പെർഫോം ചെയ്യും, അതാണെന്ത് T4. ഓക്കെ, ദെൻ T4, ദെൻ ഇവിടെ നിന്ന് എന്താണ് ഡയറക്റ്റ് ഇയിലേക്കാണ് ഏരോ, ഒരു കണ്ടീഷനും ഇല്ല, ഇതാണെന്ത് T5, T4 ടു T5. ദെൻ ഇവിടെ നിന്ന് എന്താ ചെക്ക് ചെയ്യുന്നത് =1. ഓക്കെ, =1 ആണെങ്കിൽ എന്താ ഇതിനെ 0 ആക്കി സെറ്റ് ചെയ്ത് നേരെ എന്താണ് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് കൺട്രോൾ പോകും, അതാണ് ഇവിടെ. =1 ആണെങ്കിൽ ഡയറക്റ്റ് എന്താണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനി =0 ആണ്, 0 ആണെങ്കിൽ എന്താണ് ഫസ്റ്റ് എയുടെ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യും, അതാണെന്ത് T6. =0 ആണെങ്കിൽ സ്റ്റേറ്റ് T6. ദെൻ കോംപ്ലിമെൻറ്റോട് A1 ആഡ് ചെയ്തു, എയിലേക്ക് സ്റ്റോർ ചെയ്തു, ASൻ്റെ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്തു.
ഓക്കെ, ഈ ഒരു ബോക്സ് എന്താണ് T7. ദെൻ എന്താ നെക്സ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ. ഓക്കെ, സോ ഇതാണ് എന്തൊരു സ്റ്റേറ്റ് ഡയഗ്രാം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ജനറേഷൻ ഓഫ് വേരിയസ് മൈക്രോ ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്, എല്ലാ സ്റ്റേറ്റും ഇവിടെ ലിസ്റ്റ് ചെയ്യും. T0, T1, T2, T3, T4, T5, T6 ആൻഡ് T7. ദെൻ ഓരോ സ്റ്റേറ്റിലുള്ള മൈക്രോ ഓപ്പറേഷൻ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ കൺട്രോൾ ഔട്ട്പുട്ട്, നമുക്ക് എന്തൊക്കെ ഔട്ട്പുട്ട് ഉണ്ട് അതൊക്കെ എന്താണ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ദെൻ ഓരോ സ്റ്റേറ്റിലും ഓരോ മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദെൻ ഏത് കൺട്രോൾ ഔട്ട്പുട്ടാണ് സെറ്റ് ആവുന്നത് അവിടെ എന്താണ് 1 ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ എന്താണ് എക്സ് ഈക്വൽ ടു 1 ആണ്. സോ എന്താണ് എക്സ് 1 ആക്കി സെറ്റ് ചെയ്യും. റിമൈനിങ് കൺട്രോൾ ഔട്ട്പുട്ട്സ് എന്താണ് 0 ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ T1 എന്താ ചെയ്യുന്നത്, ബി എസിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ബി എസിൻ്റെ കോംപ്ലിമെൻ്റ് ആയതുകൊണ്ട് വൈ ഇൻപുട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, വൈ ആണെന്ത് ബി എസിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ദെൻ T2 എന്താണ് ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നില്ല, അതാണ് എല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്തത്. ഓക്കെ, ദെൻ T3 എന്താ ചെയ്യുന്നത് A+B ആണ്. ഓക്കെ, ദെൻ ക്യാരി ഉണ്ടെങ്കിൽ അത് എവിടെ സ്റ്റോർ ചെയ്യും, ഇയിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഇത് നമ്മുടെ ALUയുടെ ഫങ്ഷണൽ ടേബിളാണ്. അപ്പോൾ A+B പെർഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേരിയബിളാണ് സെറ്റ് ചെയ്യേണ്ടത്, S0 1 ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇവിടെ എന്ത് S0 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇയിലേക്ക് ഔട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് L1 ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ A+B കോംപ്ലിമെൻറ്റ് +1 ആണ്. സോ നമുക്ക് ഈ ഒരു ഫങ്ഷൻ ടേബിളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കിട്ടും എന്ത് S = 1, S0 0, C 1. ദെൻ എന്താണ് എല്ലും കൂടി 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ദെൻ T5 എന്താണ് ഈ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈന് ആരെ ക്ലിയർ ചെയ്യുന്നത് W ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പോൾ Wന് എന്താണ് 1 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ഇവിടെ എന്താ ചെയ്യുന്നത് എനെ എന്താണ് കോംപ്ലിമെൻ്റാണ് ചെയ്യുന്നത്. എനെ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എനെ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ S0 1, S1 1, S2 1 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഏതാണ് ഇവിടെ S2 1, S1 1, S0 1. ദെൻ എന്താണ് എല്ലും കൂടി എന്താണ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. കാരണം എന്താണ് ഇവിടെ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്, എല്ലെന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ആണ്. അതാണ് 1 ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ദെൻ ഫൈനലി എന്താണ് A+1. ദെൻ എന്താണ് ASൻ്റെ കോംപ്ലിമെൻ്റ് ASലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് C 1 ആയി സെറ്റ് ചെയ്തു, L 1 ആയി സെറ്റ് ചെയ്തു, ദെൻ Z 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇതാണ് എന്ത് വേരിയസ് മൈക്രോ ഓപ്പറേഷൻ പെർഫോംഡ് ബേസ്ഡ് ഓൺ അവർ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. ഓക്കെ, ദ നെക്സ്റ്റ് ഡിസൈൻ ഓഫ് ഹാർഡ്വെയർ കൺട്രോൾ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡാണ്. ഓക്കെ, സോ 8 സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് 8 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നു. ഇവിടെ D ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് T0, T1, T2. ഓക്കെ, ദെൻ ഈ സ്റ്റേറ്റ് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് കണ്ടീഷൻസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് ഫങ്ഷൻസ് ഇതൊക്കെ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. T0, T1, T2, T3, T4, T5, T6 ആൻഡ് T7. ഫസ്റ്റ് T0 ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ T0 ഫ്ലിപ്പ് ഫ്ലോപ്പ് വിത്ത് D ഇൻപുട്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇൻപുട്ട് കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് എന്താണ് QA കോംപ്ലിമെൻറ്റ് QS കോംപ്ലിമെൻറ്റ് T0.
T0 സ്റ്റേറ്റിൽ QA 0 ആണെങ്കിൽ എന്താണ്, ആ സ്റ്റേറ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അല്ലേ, ട്രാൻസിഷൻ നടക്കുന്നില്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോംപ്ലിമെൻ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ 0 ആയതുകൊണ്ട്. ഓക്കെ, പ്ലസ് ദെൻ T0യിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്ന അടുത്ത ഇൻപുട്ട് ഏതാണ്, T3 ആണ്. ഓക്കെ, അതാണ് എന്ത്, പ്ലസ് T3. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷനും ഇല്ല, അതാണ്. ഓക്കെ, T3 ദെൻ പ്ലസ് ഈ T5. T5ന്ന് T0യിലേക്ക് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, റൈറ്റ്. കണ്ടീഷൻ എന്താണ്, ഇ ആണ്, അതാണ് ഈ T5 പ്ലസ് T7ന്ന് T0യിലേക്ക് എന്താണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, റൈറ്റ്. ഇതാണ് T7. ഓക്കെ, ഇനി T1ൻ്റെ ഇൻപുട്ട് കണ്ടീഷൻസ് നോക്കാം. T1 എവിടെ നിന്നാണ്, T0 എന്നുള്ളൊരു സ്റ്റേറ്റ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, റൈറ്റ്. T0ന്ന് T1ലേക്ക് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ എന്താണ്, QS ആണ്, QS T0. ഓക്കെ, ദെൻ T2 ഏതൊക്കെയാണ്, T1 T0. ഓക്കെ, QA. ഓക്കെ, QA T0 പ്ലസ് T1. ഇവിടെ കണ്ടീഷനുള്ളതുകൊണ്ടാണ് എന്ത് QA T0 എന്ന് കൊടുത്തത്. ഇവിടെ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് T1. ഓക്കെ, ഇനി എന്താണ് T3യിലേക്ക് എവിടെ നിന്നാണ്, T2 എന്ന് ഒരു ട്രാൻസിഷൻ ഉണ്ട്, റൈറ്റ്. എപ്പോഴാണ് S = 0, അതാണ് എന്ത്, S കോംപ്ലിമെൻറ്റ് T2. ഓക്കെ, ദെൻ T4 എന്ന് എവിടുന്ന, T2 എന്ന് ഒരു ട്രാൻസിഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താണ്, S = 1, സോ S T2. ദെൻ T5 എന്നോ, T4 എന്നൊരു ട്രാൻസിഷൻ ഉണ്ട്, സോ T5 = T4. ദെൻ T6ന്ന് T5 എന്നാണ്. ഓക്കെ, കണ്ടീഷൻ എന്താണ്, E = 0, സോ എന്താ, E കോംപ്ലിമെൻറ്റ് T5. ദെൻ T7ൽ എന്താണ്, T6 എന്നാണൊരു ട്രാൻസിഷൻ, റൈറ്റ്. സോ എന്താണ്, T7 = T6. ഓക്കെ, സോ ഈ ഒരു കേസിൽ T7 = T6. അപ്പോൾ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പ്രീവിയസ് T6 എന്തായിരിക്കും, 0 ആയിട്ട് സെറ്റ് ചെയ്യും. അതായത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ് 0 ആയിട്ട് സെറ്റ് ചെയ്യും. അറ്റ് എ ടൈം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ എന്താണ് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് എന്ത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് കണ്ടീഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ബൂളിയൻ ഫങ്ഷൻസ് ഫോർ ഔട്ട്പുട്ട് കൺട്രോൾ. ഇവിടെ എന്ന് വെച്ചാൽ ഓരോ ഔട്ട്പുട്ടും സെറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സി എക്സ് എപ്പോഴാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, T0. ഓക്കെ, ദെൻ S2 എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത്, T6ൽ. S1 T4 T6. S0 ആണോ, T3 T6. ദെൻ C T4 T7. ദെൻ L T3 T4 T6 T7. ദെൻ Y എപ്പോഴാണ്, T1. ദെൻ Z T7 W T5. ഓക്കെ, ദെൻ ഇത്രയാണ് എന്ത്, ഡിസൈൻ ഓഫ് കൺട്രോൾ ലോജിക്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റ് മെത്തേഡാണ്. ഓക്കെ.